ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ അവസാനത്തെ ഒരു ചലഞ്ച് ഡേ ആണ്. അതായത് സ്കിൻ ഗ്ലോവിങ് ചലഞ്ചിൻ്റെ ഡേ 7 ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് ഒരു ഫേസ് പാക്കാണ്. 4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്കാണിത്. എല്ലാ ദിവസവും 4 ഇൻഗ്രീഡിയൻസ് ആണ്. ഇന്നും നമ്മൾ 4 ഇൻഗ്രീഡിയൻസ് ആണ് ഗൈസ്. ഇന്ന് ലാസ്റ്റ് ദിവസമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ കുറച്ച് ടിപ്സ് കൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം ഫേസ് പാക്ക് ഇടാം. ഗൈസ്, ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ കടലമാവാണ് ഇടാൻ പോകുന്നത്. അതൊരു ലെയറായിട്ട് വേണം നമ്മൾ കടലമാവ് ഇടാൻ. നമ്മളിത് ഒരു ലെയറാക്കി ഇട്ടിട്ടുണ്ട് കടലമാവ്. ഇനി നമുക്ക് ഇതിലേക്ക് മുൾട്ടാണി മിഠാണ് ഇടാനുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഇരട്ടി മധുരമാണ് ഇടാനുള്ളത്. ഗൈസ്, ആക്ച്വലി ഇത് ലാസ്റ്റ് ദിവസമായപ്പോൾ ഞാൻ ഓർത്തു എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി, അതായത് ഇത്രയും നാളെ ഞാൻ യൂസ് ചെയ്ത കുറേ ഇൻഗ്രീഡിയൻസ് കൂടെ ഇന്നിടാമെന്ന് ഓർത്തു. പിന്നെ ഓർത്ത് വേണ്ട, ചുമ്മാ എന്തിനാ അത് വേസ്റ്റ് ആക്കി കളയുന്നു. ഗൈസ്, ഇന്ന് നമ്മൾ അടുത്തിടാൻ പോണത് ഇരട്ടി മധുരം. ഗൈസ്, നമ്മൾ മൂന്നും ഒരു ലെയറായിട്ടാണ് ഇട്ടേക്കുന്നത്. ഇത് കാണാൻ പറ്റുമോ എന്നറിയില്ല. ഗൈസ്, ഇനി ഇത് നമുക്ക് നമ്മുടെ സ്ഥിരം സാധനം കേർഡ് വെച്ച് മിക്സ് ചെയ്യാം. ഇത് നമ്മുടെ ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 15 to 20 minutes വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വാഷ് ചെയ്ത് കളയാം. ഇത് കഴിഞ്ഞിട്ട് ഗൈസ്, ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് പറയുന്നതായിരിക്കും. നമ്മളിതേ ഫേസ് പാക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 15 to 20 minutes കഴിയുമ്പോൾ നമുക്കൊന്ന് വാഷ് ചെയ്ത് കളയാം. വാഷ് ചെയ്ത് കളഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞുതരാം ഗൈസ്. നമ്മുടെ സ്കിൻ എങ്ങനെ സൂക്ഷിക്കണം എന്നുള്ളതും, ഓയിലി സ്കിൻ എങ്ങനെ സൂക്ഷിക്കണം, ഡ്രൈ സ്കിൻ എങ്ങനെ സൂക്ഷിക്കണം, അങ്ങനത്തെ കുറച്ച് ടിപ്സൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മളിതേ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. എനിക്ക് നല്ലൊരു ഈവൻ ടോൺ ഈ 7 ദിവസത്തെ ഒരു ജേർണിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഗൈസ്. അതിൻ്റെ ഒരു സന്തോഷം എൻ്റെ ഫേസിലുണ്ട്. ആക്ച്വലി സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു റൊട്ടീൻ ഞാൻ ഇന്നേ വരെ ഫോളോ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഫോളോ ചെയ്തതിൻ്റെ മാറ്റങ്ങളൊക്കെ എൻ്റെ ഫേസിൽ കാണുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നല്ലൊരു ഈവൻറ്റാണ് എനിക്ക് കാണുന്നുണ്ട്. ഗൈസ്, നിങ്ങളും ട്രൈ ചെയ്ത് നോക്കും, ഉറപ്പാണ്. ഞാൻ 100ൽ 100 ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഇതെന്തായാലും വർക്ക് ചെയ്യും. നല്ലൊരു ഈവൻറ്റാണ് നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ ടാൻഡ് ആണ് എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് കുറച്ച് ഓയിലി സ്കിൻ, അതായത് എൻ്റെ ഓയിലി സ്കിന്നാണ്. അപ്പം എൻ്റെ ഫേസ് എക്സാമിൻ ചെയ്തപ്പോൾ പഠിച്ച കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഞാൻ പറഞ്ഞുതരാം. ഗൈസ്, നിങ്ങൾക്ക് ഓയിലി സ്കിന്നാണ് എന്നുണ്ടെങ്കിൽ ഗൈസ്, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് എപ്പോഴും സാലിസിലിക് ആസിഡ് അല്ലെങ്കിൽ നയാസിനമൈഡുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യുക. അത് നമ്മുടെ ഓയിലി കാരണമാണ് നമ്മുടെ ഫേസിൽ പിമ്പിൾസ് ഉണ്ടാകുന്നത്. ആ പിമ്പിൾസ് കുറയ്ക്കാൻ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യും ഗൈസ്. പിന്നെ നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് ടോണർ എന്ന് പറഞ്ഞാൽ. ടോണർ ആക്ച്വലി ഗൈസ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ മാത്രം വേണം യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ റോസ് വാട്ടർ ഇൻക്ലൂഡ് ചെയ്യുന്ന ഏതെങ്കിലും ടോണർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഗൈസ്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന സാധനമാണ് മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ഗൈസ്. മോയ്സ്ചറൈസർ നിങ്ങൾ എടുക്കുമ്പോൾ ജെൽ പേസ്റ്റ് എടുക്കുക, ഇല്ലെങ്കിൽ ഓയിൽ ഫ്രീ ആയിട്ടുള്ള മോയ്സ്ചറൈസർ നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ്. അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾ ചൂസ് ചെയ്യില്ലെങ്കിൽ ഓയിൽസ് നമ്മുടെ ഫേസിൽ ഇങ്ങനെ ക്ലോഗ് ചെയ്തിട്ട് പിമ്പിൾസ് ഉണ്ടാവുകയും ആക്നെ പ്രോൺ ആവുകയും ചെയ്യും സ്കിന്ന്. നിങ്ങൾ സൺസ്ക്രീൻ ആണെങ്കിലും മോയ്സ്ചറൈസർ ആണെങ്കിലും മാക്സിമം ജെൽ ബേസ് എടുക്കാൻ നോക്കുക. കാരണം ഈ ജെൽ ബേസ് അല്ലാത്തതൊക്കെ നമ്മുടെ സ്കിന്നിൽ, എൻ്റെ എന്ന് പറഞ്ഞാൽ ആക്നെ പ്രോൺ സ്കിന്നാണ്. കാരണം അതങ്ങനെ ആയിപ്പോയി, ഞാൻ യൂസ് ചെയ്ത്. പിന്നെ കുറേ വെള്ളം കുടിച്ചാൽ മതി. വെള്ളമാണ് ഏറ്റവും നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. അപ്പം വെള്ളം ധാരാളം കുടിക്കുക. പിന്നെ പിമ്പിൾസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മാക്സിമം നമ്മുടെ പില്ലോ കേസ്, അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫേസ് ടവലൊക്കെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കഴുകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഡേർട്ടൊന്നും നമ്മുടെ സ്കിന്നിൽ വരാണ്ട് നമ്മുടെ സ്കിൻ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടിരിക്കും. പിന്നെന്താ വെച്ചാൽ, ഞാൻ ചെയ്യുന്ന ഒരു മണ്ടത്തരമാണ്, വിയർത്ത് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ തുടച്ച് കളയില്ല, അതങ്ങനെ വറ്റിപ്പോകുമെന്നും പറഞ്ഞായിരിക്കും. പക്ഷെ അങ്ങനെയല്ല ഗൈസ്, നമ്മൾ വിയർത്ത് കഴിഞ്ഞാൽ തുടയ്ക്കണം. തുടച്ചില്ലെങ്കിൽ ഇങ്ങനെ ചെറിയ കുരുവായിട്ട് നമ്മുടെ പിരികത്തിനിടക്കും ഓരോ സ്ഥലത്തൊക്കെ അങ്ങനെ വരും. പിന്നെ ഗൈസ്, നമ്മൾ ഓയിലി സ്കിൻ അല്ലെങ്കിൽ ആക്നെ പ്രോൺ സ്കിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവാണ്. നമ്മൾ ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്താലും നോൺ കൊമഡോജനിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്യുക. പിന്നെ ഗൈസ്, ഞാൻ ഇപ്പോൾ ചെയ്ത ഈ സംഭവം ഉണ്ടല്ലോ, അത് ചെയ്യാണ്ടിരിക്കുക. കൈ ഇങ്ങനെ നമ്മളിങ്ങനെ കെട്ടി വെക്കുക. കാരണം കൈ നമ്മുടെ കയ്യിൽ ധാരാളം നമ്മൾ ഓരോ സ്ഥലത്തിൽ പിടിക്കുന്നു, എടുക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ആ കയ്യിൽ അഴുക്കുണ്ടാകാൻ ചാൻസ് ഉണ്ട്. ആ കൈയാണ് നമ്മൾ ഫേസിലേക്ക് ഇങ്ങനെ എടുത്ത് വെക്കുന്നത്. അപ്പം ആ അഴുക്കും നമ്മുടെ പോഴ്സിലൊക്കെ കയറിയിരുന്ന് പിമ്പിൾസും അത് ഇതൊക്കെ ചുമ്മാ നമ്മൾ ആ കൈ ഇങ്ങനെ ഫേസിലേക്ക് വെക്കുമ്പോൾ പിമ്പിൾസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ
നമ്മൾ പിമ്പിൾസ് ഉണ്ടാവാണ്ടിരിക്കാൻ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് ഓവർ വാഷ് ചെയ്യുക, നമ്മുടെ ഫേസ് ഓവർ വാഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. അത് കഴുകി ഒരു രാവിലെ ആകുമ്പോൾ കഴുകുന്നു, ഉച്ചയാകുമ്പോൾ കഴുകുന്നു, വൈകുന്നേരം ആകുമ്പോൾ കഴുകുന്നു, രാത്രി ആകുമ്പോൾ കഴുകുന്നു, അങ്ങനെ ഓവർ വാഷ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ നമുക്ക് വർക്കിന് പോകുന്ന മിക്കവർക്കും അറിയായിരിക്കും, ഇപ്പം ക്യാബിൻ ക്രൂ പഠിക്കാൻ പോകുന്ന പിള്ളേരുണ്ട്, അല്ലാണ്ട് കുറേ വർക്കിന് പോകുന്ന പിള്ളേരുണ്ട്. അവർക്കറിയായിരിക്കും ഹെവി മേക്കപ്പാണ് അവർക്ക് മിക്കവരും ചെയ്യുന്നതൊക്കെ ഭയങ്കര ഹെവി മേക്കപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ഓയിലി ആയിട്ടുള്ള കോസ്മെറ്റിക് ആയിരിക്കും യൂസ് ചെയ്യാൻ. മാക്സിമം അത് അവോയ്ഡ് ചെയ്യുക. കാരണം ഹെവി മേക്കപ്പ് നമുക്ക് സ്കിന്നിന് ഡാമേജ് ഉണ്ടാക്കും, ഓയിലി ആയിട്ടുള്ള കോസ്മെറ്റിക്സ് നമ്മുടെ സ്കിന്നിന് ഡാമേജ് ഉണ്ടാക്കും. പിന്നെ ഒരു കാര്യം, നമ്മളിങ്ങനെ കുരു പൊട്ടിക്കില്ലേ, അത് ചെയ്യരുത്. ഞാൻ ഒരു ടൈം ചെയ്തുകൊണ്ടിരുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണ്, അതിന് ചെയ്യരുത് ആരും. കാരണം ചെയ്തപ്പം നല്ല രസമാണ്, ഒരു സാറ്റിസ്ഫാക്ഷൻ പോലെയൊക്കെ തോന്നിയായിരുന്നു. പക്ഷെ ഇപ്പം അതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിക്കുന്നുണ്ട്, കാരണം അത് പടരുന്നുണ്ട്. അപ്പോൾ ഗൈസ് അത് നിങ്ങൾ ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ നമ്മുടെ ടിപ്സും ഫേസ് പാക്കൊക്കെ. ഇന്നത്തോടെ നമ്മുടെ ഈ ചാലഞ്ച് തീരുകയാണ് ഗൈസ്. അപ്പം ഇത്രയുള്ള വീഡിയോ.